ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു പ്രോൺ സ്റ്റൂ ആണ്. ഇതിൽ നമ്മൾ കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വൈറ്റ് കളർ സ്റ്റൂ അല്ല, പക്ഷെ ആപ്പത്തിൻ്റെ ഒക്കെ ഒപ്പം നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓൾസോ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് നല്ലോണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഒരു 2 പച്ചമുളകും ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. അടുത്തത് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒരു 5 മിനിറ്റ് ഇത് വഴട്ടിയെടുക്കാം. ഒരു 5 മിനിറ്റായി സവാള നല്ലോണം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ തക്കാളി ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ചേർക്കണത്, ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കണത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ തക്കാളി നല്ല ചെറിയ കഷ്ണങ്ങളാക്കി ഇതിൽ ചേർത്താൽ മതി. തക്കാളി കുക്കാവാനായിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പൊ തക്കാളി വെന്തു. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി. പൊടികൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റായി കുക്ക് ആവണു. പൊടികളുടെ പച്ചമണമൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. അടുത്തത് ഞാൻ ചേർക്കുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചെമ്മീനാണ്. ചെമ്മീൻ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് 2-ാം പാലാണ്. ഈ 2-ാം പാലിൽ വേണം ചെമ്മീൻ വേവാനായിട്ട്. പക്ഷെ ചെമ്മീൻ അങ്ങനെ അധികം വേവൊന്നുമില്ല, ഒരു 5-6 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അപ്പൊ നമുക്ക് അത്രയും സമയം ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ ചെമ്മീൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 1-ാം പാല് നമുക്ക് ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ, തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങാപ്പാല് 1-ാം പാല് ചേർക്കാൻ. 1-ാം പാല് ചേർത്ത് ഒരു 3 മിനിറ്റ് ഒന്ന് നല്ലോണം ചൂടായാൽ മതി. അടുത്തത് ഞാൻ ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കുകയാണ്. അതോടൊപ്പം വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂണും പിന്നെ അവസാനമായിട്ട് ഒരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും. ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മളുടെ പ്രോൺ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വേണമെങ്കിൽ 2-ാം പാൽ ഒഴിക്കുമ്പോൾ അത് ഇത്തിരിയും കൂടി നേരം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്